കർത്താവെ അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലെ ആഘാതങ്ങളുടെ ഓർമ്മകളും വികാരങ്ങളുമുണ്ടാക്കുന്ന വേദന എനിക്ക് വളരെ അസഹ്യമാണ്. എങ്ങനെയാണ് കർത്താവെ ഈ ശല്യപ്പെടുത്തുന്ന ഓർമ്മകളെ ഒഴിവാക്കുവാൻ കഴിയുക? എൻ്റെ കുഞ്ഞെ, നിൻ്റെ മനസ്സിലെ ഇരുട്ടിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ പ്രതിസന്ധികളെ നേരിടും. നിൻ്റെ ഹൃദയ മുറിവുകളെ അംഗീകരിച്ചുകൊണ്ട് തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും. കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുവാൻ അവിടുന്ന് അനുവദിച്ചത്? ഈ നിഷേധ ചിന്തകൾ എന്നെ വളരെ അസ്വസ്ഥനാക്കുകയാണ്. കുഞ്ഞെ, എന്തുകൊണ്ട് എന്ന ചോദ്യം നിൻ്റെ അസ്വസ്ഥത വർദ്ധിപ്പിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ വേദനയിൽ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ ചിന്തിക്കണം. അത് പ്രത്യാശ തരും. നിന്നെ വീണ്ടെടുക്കാനും കത്തിയെരിഞ്ഞു പോയ സ്വപ്നങ്ങളുടെ ചാരത്തിൽ നിന്നും പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തുവാനും എല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്താനും കുഞ്ഞെ, എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിലും ഞാൻ നിന്നോടൊപ്പമുണ്ടായിരിക്കും. എൻ്റെ സാന്നിധ്യം നിനക്ക് സാന്ത്വനം നൽകും. അങ്ങനെയാണ് കുഞ്ഞെ നീ ഇതുവരെ ഇവിടം വരെ എത്തിയത്. ഈ പോസിറ്റീവ് ചിന്തകൾ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളിൽ നിനക്ക് പിൻബലമായിരിക്കും. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് വിസ്മയമാണ്. അങ്ങയുടെ ദിവ്യ പദ്ധതികൾക്കായി എന്നെ സമർപ്പിക്കാനും ജീവിതത്തിൻ്റെ മേലുള്ള എൻ്റെ നിയന്ത്രണവും നിർബന്ധവുമൊക്കെ ഉപേക്ഷിക്കുവാനും ഞാൻ എന്താണ് കർത്താവേ ചെയ്യേണ്ടത്? കുഞ്ഞെ, അനിശ്ചിതത്വത്തിൻ്റെ കൊടുങ്കാറ്റിലാണ് നിൻ്റെ വിശ്വാസം ശക്തമാകുന്നത്. നീ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തും, വെളിച്ചത്തിലേക്ക് നയിക്കും. ഓരോ ചുവടുവയ്പ്പിനുമുള്ള ശക്തി, വിസ്മയശക്തി ഞാൻ നിനക്ക് തരും. നമ്മൾ ഒരുമിച്ച് ജീവിത പ്രതിസന്ധികളെ നേരിടും. മകനെ, എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരമന്വേഷിക്കുന്നതല്ല വിശ്വാസം. പ്രതിസന്ധികളിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ടെന്ന തിരിച്ചറിവാണ് വിശ്വാസം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ വായിച്ചിട്ടില്ലേ? കർത്താവേ, എന്നെ വേട്ടയാടുന്ന
കഴിഞ്ഞകാല ദുരന്തത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് അങ്ങയ്ക്ക് എന്താണ് പറയുവാനുള്ളത്? അവയെ നിശബ്ദമാക്കാനും സമാധാനം കണ്ടെത്താനും എനിക്ക് എങ്ങനെയാണ് കർത്താവേ കഴിയുക? അബോധതലങ്ങളിലെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ദുരന്തസ്മരണകളെ ഞാൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അവയിലെ നിഷേധ വികാരങ്ങളെ ഞാൻ എടുത്തു മാറ്റും. ആന്തരിക മനസ്സിലെ വികാരക്കൊടുങ്കാറ്റുകളെ ഞാൻ ശാന്തമാക്കും. എൻ്റെ സ്നേഹം നിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തും. അപ്പോൾ ശല്യപ്പെടുത്തുന്ന ഓർമ്മകളുടെ ഓളങ്ങൾ ശാന്തമാകും. കർത്താവേ, അവിടുന്ന് നൽകുന്ന അത്ഭുത സൗഖ്യത്തിന് നന്ദി. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ നിഗൂഢ വഴികളൊന്നും മനസ്സിലാക്കാൻ എൻ്റെ പരിമിത ബുദ്ധിക്ക് കഴിയില്ല. കർത്താവേ, എങ്ങനെയാണ് സംശയിക്കാതെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയുക? ചതിവും വഞ്ചനയും അനുഭവിച്ച എൻ്റെ മനസ്സ് ഇപ്പോഴും സംശയാലുവാണ്. ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞേ, മറ്റുള്ളവരെ വിശ്വസിക്കുന്നതും അവരുടെ സ്വഭാവ വൈകല്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നതും വിശ്വാസത്തിൻ്റെ ധീരപ്രവൃത്തിയാണ്. ഉപാധികളില്ലാത്ത എൻ്റെ സ്നേഹം നിൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറയ്ക്കുമ്പോൾ മനസ്സ് തുറക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നിനക്ക് കഴിയും. കുഞ്ഞെ, സമൂഹവും സുഹൃബന്ധങ്ങളും ഞാൻ നിനക്ക് നൽകിയ അമൂല്യ അനുഗ്രഹങ്ങളാണ്. മറ്റുള്ളവരെ നീ സ്നേഹിക്കുമ്പോൾ അവർ നിന്നെ കരുതുകയും സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്യും. ചിലരിൽ നിന്ന് ദുരന്ത അനുഭവങ്ങളുണ്ടായേക്കാം. അതും ജീവിത പാഠപുസ്തകത്തിലെ വിലപ്പെട്ട അനുഭവ പാഠങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കുഞ്ഞെ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞത് നീ വായിച്ചിട്ടില്ലേ? കുഞ്ഞെ, ഉള്ളതും പങ്കുവയ്ക്കാൻ കുറച്ചുപേർ നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അത് വലിയ ആശ്വാസവുമാണ്. സ്നേഹവും ആർദ്രതയും പങ്കുവയ്ക്കുന്നവർക്കിടയിൽ ഒന്നോ രണ്ടോ മുള്ളും മുറിവും നൽകുന്നവരുമൊക്കെ കണ്ടേക്കാം. ദാറ്റ്സ് ഓക്കെ. ജീവിതം അങ്ങനെയൊക്കെയാണ് കുഞ്ഞെ. ആമേൻ. കർത്താവേ, ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.